ബ്രിഡ്ജോണിൽ നിന്ന് ഫ്ലട്ടർ പഠിച്ച് ഡെവലപ്പേഴ്സായി പ്ലേസ് ആയിട്ടുള്ള 3 മിടുക്കന്മാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അഭിജിത്ത്, അജ്മൽ ആൻഡ് ജാസിം. ജാസിമും അഭിജിത്തും പ്ലേസ് ആയിട്ട് ഇപ്പോൾ ഒരു 5 മാസമായല്ലേ. ബ്രിഡ്ജോണിലൊരു ഇന്റേൺ ആയിരിക്കുമ്പോഴും ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരിക്കുമ്പോഴും എന്തെങ്കിലും കാര്യമായിട്ട് ഡിഫറൻസ് തോന്നുന്നുണ്ടോ? അങ്ങനെ മേജർ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ബ്രിഡ്ജോണിൽ ഫ്രം സ്റ്റാർട്ടിൽ തന്നെ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലാണ് ഫോളോ ചെയ്ത് നമ്മൾ വന്നത്. അതായത് ഇപ്പോൾ മോർണിംഗ് സ്ക്രംസും സ്പ്രിന്റ് മീറ്റിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് ഒരു മേജർ ബാരിയർ ഒന്നും നമ്മുടെ ഫ്രണ്ടിൽ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. ഞാനൊരു ഗുജറാത്ത് ബേസ്ഡ് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയത്. അപ്പോൾ എന്തോ എനിക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും സോഫ്റ്റ് സ്കില്ലും ഒക്കെ എനിക്ക് യൂസ്ഫുൾ ആയി. അജ്മൽ വളരെ റീസെന്റ് ആയിട്ടാണ് പ്ലേസ് ആയതല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പ്ലേസ്മെന്റ് ജേർണി? ആക്ച്വലി ഇനീഷ്യലി കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ഒരുപാട് റിജക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ബെറ്റർ ആവാൻ കാരണം ആക്ച്വലി ഇവിടുത്തെ ഇൻ്റർവ്യൂ ട്രെയിനിങ് അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സിൽ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അവർ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് വന്നു തുടങ്ങിയത് തന്നെ. IT ആസ്പിരൻസിനോട് എന്താണ് പറയാനുള്ളത്? പഠിക്കുന്ന സമയത്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിക്കുക. എന്തെങ്കിലും വെറുതെ ഇരുന്ന് വാരി വലിച്ച് പഠിക്കാതെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്ത് നമ്മളായിട്ട് ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു മെൻ്റൽ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. എന്നിട്ട് അങ്ങനെ പഠിക്കാൻ നോക്കാം.